ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയും. അപ്പോൾ അത് എന്തിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക? ടൈം, സ്പേസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ പറയുന്നതാണ് സിഗ്നൽസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ AC പവർ സപ്ലൈയുടെ സിഗ്നൽ ഉണ്ടല്ലോ, AC വേവ്, അത് സ്പീച്ച് സിഗ്നൽ, ECG, അതുപോലെ എക്സ്റേസ്, ഇതൊക്കെ സിഗ്നൽസിൽ പെട്ടതാണ്. സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 ഡയമെൻഷനൽ ഉണ്ട്, അതുപോലെ 2 ഡയമെൻഷനൽ ഉണ്ട്, മൾട്ടി ഡയമെൻഷനൽ ഉണ്ട്. അപ്പോൾ 1 ഡയമെൻഷനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വേരിയബിളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ 1 ഡയമെൻഷനൽ എന്ന് പറയും. അതിൻ്റെ എക്സാമ്പിൾ സ്പീച്ച് സിഗ്നൽ, ECG, എക്സെട്ര. ആൻഡ് 2 ഡയമെൻഷനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 വേരിയബിളിനെ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അത് എക്സ്റേസ്, അതുപോലെ സോണോഗ്രാം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ 2 ഡയമെൻഷനിൽ പെട്ടതാണ്. അപ്പോൾ മൾട്ടി ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും? അവിടെ ഒരുപാട് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആ സിഗ്നൽ നമ്മൾ പറയുന്നതാണ് അവിടെ മൾട്ടി ഡയമെൻഷണൽ സിഗ്നൽ എന്ന് പറയുന്നത്. സിഗ്നൽ മോഡലിംഗ്, നമ്മൾ ഒരു സിഗ്നലിനെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വെച്ചിട്ട് റിപ്രസെൻറ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നതാണ് സിഗ്നൽ മോഡലിംഗ് എന്ന് പറയുന്നത്. ദ റെപ്രസെൻറ്റേഷൻ ഓഫ് എ സിഗ്നൽ ബൈ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇസ് നോൺ ആസ് സിഗ്നൽ മോഡലിംഗ്. നമുക്ക് അങ്ങനെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയുള്ള സിഗ്നൽ നമ്മൾ പറയുന്നത് ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ എന്നാണ് പറയുന്നത്. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റാത്ത സിഗ്നൽ എന്ന് പറയുന്നത് അതിന് നമ്മൾ റാൻഡം സിഗ്നൽ എന്നാണ് പറയുന്നത്. അതാണ് എഴുതിയിട്ടുള്ളത്, റാൻഡം സിഗ്നൽ വിച്ച് കനോട്ട് ബി എക്സ്പ്രസ് ഇൻ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. അടുത്തത് ബേസിക് ഫോംസ് ഓഫ് സിഗ്നൽ. അതിൽ ഫസ്റ്റ് വൺ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. ഇപ്പോൾ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും ഏത് ടൈം ഇൻ്റർവെല്ലിൽ എടുത്തു കഴിഞ്ഞാലും. അതാണ് എഴുതിയിട്ടുള്ളത്, ഡിഫൈൻ ഫോർ ഓൾ ടൈം t ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ എക്സ് ഓഫ് ടി. നമ്മൾ എക്സ് ഓഫ് ടി എന്നാണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് പറയുന്ന വേറെ പേരാണ് നമ്മുടെ അനലോഗ് സിഗ്നൽ എന്ന് പറയുന്നത്. ആൻഡ് എക്സാമ്പിൾ AC പവർ സപ്ലൈ സിഗ്നൽ, ECG, അതൊക്കെ. ഇവിടെ ഒരു സൈൻ വേവ് കൊടുത്തിട്ടുണ്ട്, V ഓഫ് ടി. അതായത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സിഗ്നലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ അതാണ് ഡെഫിനിഷനിൽ പറഞ്ഞിട്ട് ഡിഫൈൻ ഫോർ ഓൾ ടൈം t എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഏത് ടൈം ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ വാല്യൂ അറിയാം. ആ വാല്യൂകൾ നമ്മൾ ഒരുമിച്ച്, അതായത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ നമ്മൾ ജോയിൻ ചെയ്ത് നമുക്ക് അവിടെ വേവ് ഫോം അവിടെ കിട്ടും അല്ലേ. അതായത് നമുക്ക് ഈ ഒരു സിഗ്നൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അത് ടൈം അനുസരിച്ച് നമുക്ക് അതിൻ്റെ വാല്യൂ അറിയാനും പറ്റും. അപ്പം അങ്ങനെയുള്ള സിഗ്നലിന് നമ്മൾ പറയുന്നതാണ് അവിടെ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറയുന്നത്. അടുത്തത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് പോലെ എല്ലാ പോയിന്റിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല. അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും പോയിന്റിൽ മാത്രമായിരിക്കും അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്, ഡിഫൈൻ ദ ഡിസ്ക്രീറ്റ് ഇൻസ്റ്റന്റ് ഓഫ് ടൈം. നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് ഓഫ് n എന്ന് പറഞ്ഞിട്ടാണ്. അവിടെ എന്നിനെ നമ്മൾ പറയുന്നത് ഇൻഡെക്സ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണെങ്കിൽ നമ്മൾ റുപ്പീസും മന്തും തമ്മിലാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സെർട്ടൻ ക്വാണ്ടിറ്റി. അപ്പോൾ അതിൽ ജാനുവരിയിൽ അതിൻ്റെ വാല്യൂ ഇതാണ്, ആൻഡ് ഫെബ്രുവരിയിൽ ഇത്, മാർച്ചിൽ ഇത്, അങ്ങനെ ഓരോ മന്തിലും അതിൻ്റെ വാല്യൂ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് പോലെ എല്ലാ ഇൻസ്റ്റൻറ്റിലും അവിടെ എന്താ ഡിഫൈൻ ചെയ്തിട്ടില്ല, ഒരു സെർട്ടൈൻ ഇൻസ്റ്റൻറ്റിൽ മാത്രമാണ് അവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സിഗ്നൽ നമ്മൾ പറയുന്നതാണ് അവിടെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ നമുക്കിവിടെ ഡിസ്ക്രീറ്റ് ആക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ പറയുന്നതാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഇൻ ടു ഡിസ്ക്രീറ്റ് സിഗ്നൽ. അപ്പോൾ ഡിസ്ക്രീറ്റ് സിഗ്നൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് എക്സ് ഓഫ് n എന്നാണ്. അതായത് നമുക്ക് ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എക്സ് ഓഫ് ടി, അത് നമ്മൾ t = nt നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താവും? എക്സ് ഓഫ് nt ആവും. അപ്പോൾ അതിന് നമ്മൾ വിളിക്കുന്നതാണ് അവിടെ എന്താ എക്സ് ഓഫ് n എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ ക്യാപിറ്റൽ ടി ഉണ്ടല്ലോ, അതിന് നമ്മൾ പറയുന്നത് സാമ്പിളിംഗ് പീരീഡ് എന്നാണ്. ആൻഡ് n നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡെക്സ്, അതിൻ്റെ വാല്യൂ വാരി ചെയ്യുന്നത് -∞ to ∞ ആയിരിക്കും. ഇതാണ് ആ ഒരു ഡിസ്ക്രീറ്റ് സിഗ്നൽ എന്ന് എക്സ് ഓഫ് n. ആൻഡ് കണ്ടിന്യൂസ് സിഗ്നലാണ് ഇവിടെ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ ടിക്ക് പകരം നമ്മളിവിടെ nt ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഓഫ് ni. ഇതാണ് അവിടെ ഡിസ്ക്രീറ്റ് സിഗ്നൽ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ പറയുന്നതാണ് സാമ്പിളിംഗ്. അടുത്തത് ക്വാണ്ടിസേഷൻ. അപ്പോൾ മൊത്തം ആ ടൈം ഇൻ്റർവെൽ ഉണ്ടല്ലോ, അതിനെ n ഇൻസ്റ്റൻസ് ആയിട്ട് നമ്മൾ ആ ഡിവൈഡ് ചെയ്യണ്ടല്ലോ, അത് നമ്മൾ പറയുന്നതാണ് ക്വാണ്ടിസേഷൻ എന്ന് പറയുന്നത്. കൂടെ നമ്മൾ ഈ 1 2 3 4 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈക്വൽ ഇൻ്റർവെല്ലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ പറയുന്നതാണ് ക്വാണ്ടിസേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് അവിടെ ക്വാണ്ടിസേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്, ഈ ഒരു ഡിവൈഡ് ചെയ്യണേനെ n ഇൻസ്റ്റൻ്റ് ആയിട്ട്. സോ നെക്സ്റ്റ് ഫോം എന്ന് പറയുന്നത് ഡിജിറ്റൽ ഫോം. ഡിജിറ്റൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടൈം ഉണ്ടല്ലോ അതിൽ ഡിസ്ക്രീറ്റൈസ് ചെയ്തിട്ടുണ്ടാവും ആൻഡ് ക്വാണ്ടിസൈസ്ഡ് ഇൻ ആംപ്ലിറ്റ്യൂഡ്. അങ്ങനെയുള്ള സിഗ്നൽ നമ്മൾ പറയുന്നതാണ് ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുന്നത്. നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈനറി ഫോമിലായിരിക്കും.